കഥയാരംഭിക്കുന്നത് ഒരു പെണ്ണുകാണൽ ചടങ്ങിൽ നിന്നുമാണ്. യമുന ജോഷി എന്ന 9 വയസ്സുകാരി പെൺകുട്ടിയെ വിവാഹം ആലോചിച്ച് ഗോപാൽ റാവു ജോഷി എന്ന ഒരു യുവാവ് എത്തിയിരിക്കുകയായിരുന്നു. യമുന ജോഷിയുടെ കുടുംബം വലിയ ജന്മിമാരൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോ സാമ്പത്തികമാകെ ക്ഷയിച്ചു. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി 9 വയസ്സുകാരി യമുന വിവാഹിതയാവാൻ തയ്യാറെടുത്തു. ശൈശവ വിവാഹമാണ്. പക്ഷേ അന്നത്തെ കാലത്ത് അതൊക്കെ കോമണായി നടക്കാറുണ്ടായിരുന്നു. ഗോപാൽ റാവു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഗോപാൽ റാവുവിന് അന്ന് 25 വയസ്സാണ് പ്രായം. ഗോപാൽ റാവു മുമ്പ് ഒരു വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. അദ്ദേഹത്തിനൊരു മകനുമുണ്ട്. ഇതിപ്പോൾ 2ാം വിവാഹത്തിനാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ വധുവിനെ കൊണ്ടുവരുന്ന ചടങ്ങെത്തി. വധുവുമായി, അതായത് യമുനയുമായി, യമുനയുടെ അമ്മ ഗോപാലിന്റെ മുമ്പിലേക്കെത്തി. ഗോപാൽ യമുനയോട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യത്തെ ചോദ്യം നിന്റെ പേരെന്താണെന്നായിരുന്നു. യമുന മറുപടി പറഞ്ഞു കഴിഞ്ഞതും ഗോപാൽ അടുത്ത ചോദ്യം ചോദിച്ചു, നിനക്ക് എഴുതാനും വായിക്കാനും അറിയാമോ? അത് കേട്ട് അവിടുള്ള എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു. അന്നത്തെ കാലത്ത് സ്ത്രീകളൊന്നും പഠിക്കലേയില്ല. ഗോപാൽ റാവു പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഈ വിവാഹം ഞാൻ കഴിക്കുകയേയില്ല. പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു, അവൾക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. ബാലപാഠങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അച്ഛന്റെ വാക്കുകളിൽ ഗോപാലിനത്ര വിശ്വാസം പോരാ. ഗോപാല് യമുനയോട് തന്നെ നേരിട്ട് ചോദിച്ചു, നിനക്ക് എഴുതാനും വായിക്കാനും അറിയാമോ? അറിയാമെന്നായിരുന്നു യമുനയുടെ മറുപടി. പിന്നാലെ ഗോപാല് പറഞ്ഞു, വിവാഹത്തിന് ശേഷം ഞാൻ ഇവളെ പഠിപ്പിക്കും. ചിലപ്പോ അവൾക്ക് നൃത്തം ഇഷ്ടമാണെങ്കിൽ അവളെ നൃത്തം പഠിപ്പിച്ച് നർത്തകി പോലും ആക്കും. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന കാരണവന്മാർ പോലും ഞെട്ടിയിരുന്നു. അങ്ങനെ ഒരു ഏർപ്പാട് പോലും സമൂഹത്തിലില്ല. പെൺകുട്ടികൾ പഠിക്കാറേയില്ല. ഇതെന്ത് കൂത്ത് എന്ന ഭാവമായിരുന്നു അവർക്ക്. അവർ അവരുടെ ദേഷ്യം പ്രകടമാക്കിയതും ഗോപാൽ എതിർത്തൊന്നും പറഞ്ഞില്ല. തനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നറിയിച്ച് അവിടെ നിന്നിറങ്ങാൻ ഗോപാൽ തുടങ്ങി. അതോടെ കാരണവന്മാർ പിന്നാലെ ചെന്നു. നല്ലൊരു വരനാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും ഗോപാലിനെ കൺവിൻസ് ചെയ്യിക്കാൻ അവർ വേണ്ടവണ്ണം ശ്രമിച്ചു. ഗോപാൽ പറഞ്ഞു, അവളെ വിവാഹത്തിന് ശേഷം ഞാൻ റാണിയെപ്പോലെ നോക്കും. പക്ഷേ കല്യാണത്തിന് ശേഷം അവളെ പഠിപ്പിക്കുവാൻ അനുവാദം എനിക്ക് വേണം. അതുകൊണ്ടാണ് ആദ്യമേ അത് പറഞ്ഞത്. ഒടുവിൽ മനസ്സെല്ലാം മനസ്സോടെ യമുനയുടെ കുടുംബം അതിന് സമ്മതിച്ചു. വൈകാതെ അവരുടെ വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷം ചെറിയ പെൺകുട്ടിയായതുകൊണ്ട് കുടുംബ വീട്ടിൽ തന്നെയായിരുന്നു യമുന കഴിഞ്ഞിരുന്നത്. ഇടയ്ക്കൊക്കെ ജോലിയുടെ ഇടവേളയിൽ വരുമ്പോ യമുനയ്ക്ക് ഓരോ ബുക്കുകളുമായിട്ടായിരുന്നു ഗോപാൽ വന്നിരുന്നത്. ഈ ബുക്കൊക്കെ നോക്കണമെന്നും ഇത് വായിച്ച് പഠിക്കണം എന്നൊക്കെ ഗോപാൽ പറഞ്ഞു. കൂടുതലും ഗണിത പട്ടികകളും ഒക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ യമുനയ്ക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബുക്കൊക്കെ കയ്യിലെടുക്കുമെങ്കിലും അവൾ കുട്ടികളുടെ ഒപ്പം കളിച്ചും ചിരിച്ചും വർത്താനം പറഞ്ഞുമൊക്കെ സമയം ചിലവഴിക്കും. വീട്ടുജോലികളിൽ ശ്രദ്ധിച്ചും വളപ്പൊട്ട് കളി കളിച്ചുമൊക്കെയായിരുന്നു അവളുടെ ദിവസത്തിലെ ഭൂരിഭാഗം സമയവും പോയിരുന്നത്. ഒരു ദിവസം അവധി കെട്ടി ഗോപാൽ വരുമ്പോ അവൻ കാണുന്നത് വളപ്പൊട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന യമുനയെയാണ്. ഗോപാലിന് ചെറിയൊരു ദേഷ്യം വന്നു. ഞാൻ തന്ന ബുക്കുകൾ എവിടെ? നീ അതൊന്നും പഠിച്ചില്ലേ? യമുനയോട് ഗോപാൽ ചോദിച്ചു. ഇല്ലെന്നായിരുന്നു ഭയന്നുകൊണ്ട് അവൾ പറഞ്ഞത്. അപ്പോഴേക്കും യമുനയുടെ പാരന്റ്സും വന്നു. ഇവള് പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ കൊടുത്ത ബുക്ക് എവിടെ? ഗോപാൽ ചോദിച്ചപ്പോ യമുനയുടെ അമ്മ പറഞ്ഞു, പെൺകുട്ടികളെല്ലാം എന്തിനാ പഠിക്കുന്നേ? പഠനം കൂടുതലായ ഇവളൊക്കെ വല്ലവന്മാരുടെയും കൂടെ ഓടിപ്പോകും. അതൊന്നും നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതുമല്ല. പെൺകുട്ടികൾ പഠിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ ആ വാക്കുകൾ ഗോപാലിനൊട്ടും പിടിച്ചില്ല. സംസ്കാരമാണത്രേ. ഈ സംസ്കാരമൊക്കെ ഞാൻ തച്ചുടച്ചു വാർത്തു തരാം. എന്റെ ഭാര്യയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ സംസ്കാരത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് എന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ ഗോപാൽ യമുനയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്തു. അന്ന് രാത്രി യമുന ഗോപാലിന്റെ അടുത്ത് ചെന്ന് 2ന്റെ ഗണിത പട്ടികയൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് അവിടെ നിന്നും ഗോപാൽ തന്നെ കൂട്ടിക്കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗോപാൽ അതൊന്നും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഗോപാലിന്റെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ യമുന എത്തി നോക്കുമ്പോ ഗോപാൽ അവിടില്ല. ഗോപാൽ പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് കുറച്ചു മാസങ്ങൾ തന്നെ കടന്നുപോയി. ഇതിനിടയിലൊന്നും ഗോപാൽ അങ്ങോട്ടേക്ക് വന്നതേയില്ല. യമുനയാകട്ടെ ഗോപാൽ കൊടുത്ത പുസ്തകങ്ങൾ ശ്രദ്ധയോടെ പഠിക്കാൻ തുടങ്ങി. ഒടുവിൽ ഒരു കൊല്ലക്കാലം പിന്നിട്ടുപോയി. യമുന വയസ്സറിയിച്ചു. അതിന്റെ ചടങ്ങുകൾക്കൊക്കെ ശേഷം അങ്ങോട്ടേക്ക് ഗോപാൽ എത്തിച്ചേർന്നിരുന്നു. ഭാര്യയും ഭർത്താവുമായി അവർ ആദ്യമായി ഒരു മുറിയിൽ താമസിക്കാൻ പോകുന്ന ദിവസം, അവരുടെ ആദ്യ രാത്രി, യമുനയെ ഗോപാലിന്റെ മുറിയിലേക്ക് അമ്മ തന്നെ പറഞ്ഞയച്ചു. മുറിയിലേക്ക് എത്തിയപ്പോ യമുനയ്ക്കെന്തോ വല്ലായ്മയുണ്ടായിരുന്നു. അവൾ ഭയന്നിരുന്നു. പക്ഷേ ഗോപാല് യമുനയുടെ കണ്ണുകൾ തുടച്ചു അവളെ ആശ്വസിപ്പിച്ചു. നീ ധൈര്യമായി പോയി കിടന്നുറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. യമുനയ്ക്കും ആശ്വാസം തോന്നി. പക്ഷേ കൂട്ടത്തിൽ സംശയവും. ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമായിരിക്കുമോ, എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കുമോ പോയി കിടന്നുറങ്ങാൻ പറയുന്നേ, അവൾ സംശയിച്ചു. ആ സമയത്താണ് ഗോപാലിന്റെ ചോദ്യമെത്തിയത്. നിനക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയാമോ? ഇല്ല, എനിക്കറിയില്ല, എനിക്കിപ്പോ ഗണിതം മാത്രമേ അറിയൂ എന്നായിരുന്നു അവളുടെ
യമുനയുടെ മറുപടി, ഓ അങ്ങനാണോ, എത്ര വരെ അറിയാം? 12ന്റെ പട്ടിക വരെ പഠിച്ചിട്ടുണ്ടാവുമല്ലേ? അല്ല, എനിക്ക് 13ന്റെ പട്ടിക വരെ അറിയാം എന്നായിരുന്നു യമുനയുടെ മറുപടി. ടേബിൾസ് ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ എന്ന് ഗോപാൽ പറഞ്ഞു. അപ്പോഴാണ് ഒരു കാര്യം ഗോപാൽ ശ്രദ്ധിക്കുന്നത്. പുറത്ത് വാതിലിന് വെളിയിൽ ആരൊക്കെയോ ഉണ്ട്. ഒരുപക്ഷെ യമുനയുടെ അമ്മയാകാം. ആദ്യ രാത്രിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നറിയാൻ വെളിയിൽ വന്ന് നിൽക്കുന്നതാണ്. ഗോപാലിന് കാര്യം മനസ്സിലായി. ഗോപാല് യമുനയോട് മിണ്ടരുതെന്ന് പറഞ്ഞു. ശേഷം അവിടുത്തെ കട്ടിലിട്ട് കുലുക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ യമുനയോട് നീ പട്ടിക പറ എന്ന് പറഞ്ഞ് ഗണിത പട്ടികകൾ ചോദിക്കാനും ആരംഭിച്ചു. പക്ഷേ ഗോപാൽ ചോദിച്ച പട്ടികകളൊക്കെ ഗണിതമൊക്കെ വളരെ എളുപ്പത്തിൽ ചടുലമായി യമുന മറുപടി പറഞ്ഞു. ഗോപാലിനും അതിശയം തോന്നി. അവളിൽ ഗോപാൽ ഇംപ്രസ്ഡ് ആയി. ശേഷം യമുന ഗോപാലിനോട് പറഞ്ഞു, ഇനി താങ്കൾ എന്നെ വിട്ട് പോവരുത്, എപ്പോഴും എന്റെ കൂടെ തന്നെ വേണം. അതിനുവേണ്ടിയാ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത്. അതും പറഞ്ഞ് അവൾ തന്റെ സാരിത്തുമ്പ് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ കൂട്ടിക്കെട്ടി. ഗോപാൽ പറഞ്ഞു, ഞാനിനി നിന്നെ വിട്ട് എവിടെ പോവാനാണ്? എനിക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. നിന്നെയും കൂട്ടിക്കൊണ്ടാ ഞാൻ ഇവിടെ നിന്ന് പോവാൻ പോകുന്നത്. അങ്ങനെ ഒടുവിൽ യമുനയെയും കൂട്ടിക്കൊണ്ട് ഗോപാൽ തന്റെ യാത്ര തുടങ്ങി. ഇതിനിടയിൽ യമുനയുടെ പേര് ആനന്ദി എന്ന് ഗോപാൽ മാറ്റിയിരുന്നു. അങ്ങനെ പുതിയ നാട്ടിലേക്ക് ഗോപാലും യമുനയും വന്നു ചേർന്നു. തോണി ഇറങ്ങി നടക്കുമ്പോ യമുന ഗോപാലിനോട് പറഞ്ഞു, മുമ്പ് നിങ്ങൾ എന്നെ വിട്ടുപോയില്ലേ, എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാ അതിന് മനസ്സ് വന്നത്? അപ്പോഴും അവൾ തന്റെ സാരിത്തുമ്പ് ഗോപാലിന്റെ വസ്ത്രത്തിൽ ചേർത്ത് കെട്ടിയിരുന്നു. ഗോപാൽ സോറി എന്ന് മറുപടി പറഞ്ഞു. യമുനയ്ക്ക് മനസ്സിലായതേയില്ല. എന്താ എന്ന മട്ടിൽ യമുന ചോദിച്ചു. ഗോപാൽ പറഞ്ഞുകൊടുത്തു. സോറി എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിക്കുന്നു എന്നാണ്. അതിന് മറുപടിയായി നീ പറയേണ്ടത് ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നാണ്. അതൊന്നും സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ശേഷം അവളെയും കൂട്ടിക്കൊണ്ട് ഗോപാൽ യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് കാണുന്ന ഓരോ വസ്തുക്കളുടെയും പേര് ഇംഗ്ലീഷിൽ എന്താണ് എന്നൊക്കെ യമുന ചോദിക്കുന്നുണ്ടായിരുന്നു. യമുനയുടെ കൗതുകം മനസ്സിലാക്കി ഗോപാലും അത് പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അവർക്ക് താമസിക്കാനുള്ള വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ഗോപാലിന്റെ വീട്. ആ വീട്ടിൽ നിറയെ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. യമുനയ്ക്ക് പഠിക്കാൻ വേണ്ടി ഒരിടം തന്നെ ഗോപാൽ ഒരുക്കി കൊടുത്തു. ഒരു ദിവസം ഗോപാൽ ജോലി കഴിഞ്ഞു വരുമ്പോ ആനന്ദി വാതിൽക്കൽ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഗോപാൽ കടന്നു ചെന്ന് എന്താ കാര്യമെന്ന് ചോദിച്ചു. ആനന്ദി പറഞ്ഞു, എനിക്ക് വയറുവല്ലാതെ വേദനിക്കുന്നു, വാ എങ്കിൽ ആശുപത്രി പോകാം. ഗോപാൽ വിളിച്ചു. പക്ഷേ ആനന്ദിക്ക് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു, അതൊന്നും വേണ്ട, എല്ലാ മാസവും ഇതുപോലെ വേദന വരും എന്നമ്മ പറഞ്ഞിട്ടുണ്ട്. ഗോപാലിന് കാര്യം മനസ്സിലായി. ഗോപാൽ പറഞ്ഞു, എങ്കിൽ പോയി ആ കട്ടിലിൽ കിടക്ക്, കുറച്ച് റെസ്റ്റ് എടുക്ക്. ആനന്ദി ഉടൻ പറഞ്ഞു, അയ്യോ അതൊന്നും പാടില്ല, കട്ടിലിൽ കിടക്കാൻ പാടില്ല, അടുക്കളയിൽ പോലും കയറരുത് എന്നാ അമ്മ പറഞ്ഞിരിക്കുന്നേ. പോരാത്തതിന് നിങ്ങൾക്കും ഞാൻ ഈ ദിവസങ്ങളിൽ നിഷിദ്ധമാണ്. ഈ മണ്ടനാചാരങ്ങളൊന്നും ഞാൻ ഫോളോ ചെയ്യാറില്ല. നീയും അതൊന്നും നോക്കേണ്ട കാര്യമില്ല, നീ പോയി കട്ടിലിൽ കിടക്ക്. ഗോപാൽ പറഞ്ഞെങ്കിലും ആനന്ദിക്ക് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഓഹോ അത്രയ്ക്കായോ, എങ്കിൽ കാണട്ടെ, ഞാൻ നിന്നെ ഇപ്പോ തൊടാൻ പോവുക എന്ന് പറഞ്ഞ് ആനന്ദിയെ തൊടാനെന്ന മട്ടിൽ ഗോപാൽ അടുത്തേക്കടുത്തേക്ക് ചെന്നു. പേടിച്ച് നീങ്ങിയ ആനന്ദി ഒടുവിൽ കട്ടിലേക്കും എത്തപ്പെട്ടു. ആ അവിടെ കിടന്നോ എന്ന് പറഞ്ഞ ഗോപാല് അവളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ തന്റെ വസ്ത്രം മാറ്റി നേരെ അടുക്കളയിലേക്ക് പോയി വേണ്ട ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. ഗോപാൽ പൂർണ്ണമായും പുരോഗമന ചിന്തയുള്ള യുവാവായിരുന്നു. അന്നത്തെ കാലത്ത് ഭാര്യയുടെ കൈകോർത്തു പിടിച്ച് പുറത്തോടെയൊന്നും ആരും നടക്കാറേയില്ല. ഗോപാല് ആനന്ദിയുടെ കൈകോർത്തു പിടിച്ച് തെരുവിലൂടെ നടക്കും, മാർക്കറ്റിലും മറ്റും പോകും. എന്തിനേറെ പറയുന്നു, പൂവിൽപ്പനക്കാരന്റെ അടുത്ത് ചെന്ന് പൂവാങ്ങി പബ്ലിക്കായി അവളുടെ തലയിൽ വെച്ചു കൊടുക്കും. ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്ന കണ്ടാൽ എന്താ ഇവിടെ വല്ല സർക്കസ് നടക്കുന്നുണ്ടോ എന്ന മട്ടിലൊക്കെ ചോദിച്ച് അവരെ ഓടിച്ചുവിടും. അന്നവർ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. ബീച്ചിലിരുന്ന് ഇരുവരും സംസാരിക്കാൻ തുടങ്ങി. ഗോപാല് പറഞ്ഞു, നീ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങ്, നിനക്ക് വേണ്ട പുസ്തകങ്ങളൊക്കെ ഞാൻ വാങ്ങിത്തരാം. ഞാനിപ്പോ ഇംഗ്ലീഷ് പഠിച്ചിട്ട് എന്തിനാ, അതിപ്പോ പഠിച്ചാ നിനക്ക് മറ്റു പലരെയും പഠിപ്പിക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുമല്ലോ, നിനക്കൊരു ജോലിക്ക് പോവാം, നിന്റെ സ്വന്തം കാലിൽ നിൽക്കാം. ഞാൻ ജോലിക്ക് പോവാനോ? നാണത്തോടെ അവൾ ഒന്ന് ചിരിച്ചു. പിന്നാലെ ചോദിച്ചു, അങ്ങനാണെങ്കിൽ പഠിക്കാൻ വേണ്ടി എന്നെ സ്കൂളിൽ ചേർക്കാൻ പോകുവാണോ? അപ്പോഴാണ് ഗോപാലൻ ചിന്തിക്കുന്നത്, അത് ശരിയാണല്ലോ, ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അവളെ സ്കൂളിൽ ചേർക്കലാണ്. അവൾ നന്നായി പഠിക്കും. ഗോപാൽ പിന്നീട് അതിനുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. ആ സമയത്താണ് ഗോപാലിനൊരു ടെലഗ്രാം വരുന്നത്. ഗോപാലിന്റെ ആദ്യ ഭാര്യയുടെ അച്ഛൻ, അമ്മായച്ഛൻ മരണപ്പെട്ടിരിക്കുന്നു. അങ്ങോട്ടേക്ക് വേഗം പുറപ്പെട്ടു ചെല്ലണം. ഗോപാൽ ആനന്ദിയെയും കൂട്ടിക്കൊണ്ട് വേഗം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവിടെ ആകെയുള്ളത് അമ്മായച്ഛനും അമ്മായിയമ്മയും ഗോപാലിന്റെ മകനും മാത്രമാണ്. മരണാനന്തര
ചടങ്ങുകൾക്ക് വേണ്ട കാര്യങ്ങൾ ഗോപാൽ മുന്നിട്ട് ചെയ്തു. സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തതുപോലും ഗോപാലായിരുന്നു. ശ്മശാനത്തിലേക്ക് മൃതദേഹവുമായി പോകുന്ന വഴിയിലാണ് ഗോപാൽ അത് കണ്ടത്. മിഷണറീസ് നടത്തുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഗോപാൽ ഒരു നിമിഷം ആലോചിച്ചു, ആനന്ദിയെ അവിടെ പഠിക്കാൻ ചേർക്കാം. നിലവിലിപ്പോൾ തന്റെ മകനും അമ്മായിയമ്മയും മാത്രമാണ് ആ വീട്ടിൽ ബാക്കിയുള്ളത്. അവർക്ക് തുണയായി അവിടെ നിൽക്കുകയും ചെയ്യാം. ഇതേസമയം ആനന്ദിയാകട്ടെ ഗോപാലിന്റെ മകനുമായി സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ആനന്ദിയുടെ പഠിപ്പിനു വേണ്ടി കോലാപൂർ എന്ന് പറഞ്ഞ ആ ഇടത്തേക്ക് ഗോപാല് ട്രാൻസ്ഫർ വാങ്ങി വന്നു. അവരെല്ലാവരും ആ വീട്ടിൽ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി. ആനന്ദിക്ക് പഠിക്കുവാൻ വേണ്ടി ബുക്കൊക്കെ കൊടുത്തിട്ടായിരുന്നു ഗോപാല് ജോലിക്കായി പോവുക. പക്ഷേ പാവം ആനന്ദിയാകട്ടെ ആ വീട്ടിലെ ജോലികളൊക്കെ എടുത്ത് തീരുമ്പോഴേക്കും ഒരുപാട് സമയം വൈകും. അവൾക്ക് പഠിക്കാൻ സമയമേ കിട്ടുന്നില്ല. വൈകുന്നേരം എത്തിയപ്പോ ഗോപാല് താൻ കൊടുത്ത ബുക്കിൽ നിന്ന് ആനന്ദിയോട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ആനന്ദിക്ക് കൃത്യമായ മറുപടി പറയാൻ പറ്റുന്നില്ല. ഗോപാലിന് അക്ഷരാർത്ഥത്തിൽ വലിയ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പോയി ഉറങ്ങാൻ നോക്ക് എന്ന് ദേഷ്യത്തിൽ ഗോപാല് പറഞ്ഞു. എന്നോട് ദേഷ്യപ്പെടരുത്, ഞാൻ രാവിലെ എഴുന്നേറ്റ് വേഗം പഠിച്ചോളാം. വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു കഴിയുമ്പോഴേക്കും ഒരുപാട് വൈകും, പഠിക്കാൻ സമയം കിട്ടുന്നില്ല, ആനന്ദി പറഞ്ഞു. ആ സമയമാണ് ഗോപാലിന്റെ മകൻ കൃഷ്ണയും ഞാനും ടേബിൾ പഠിച്ചില്ല, ഞാനും ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുന്നത്. ഗോപാലിന് വലിയ ദേഷ്യം വന്നു. രണ്ടും വേഗം പോയി ഉറങ്ങിക്കോ എന്നായിരുന്നു ഗോപാൽ ഒച്ചയെടുത്ത് പറഞ്ഞത്. ഗോപാല് പിന്നാലെ തന്റെ അമ്മായിമ്മയുടെ അടുത്ത് ചെന്നു. ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടു ജോലികളും കാര്യങ്ങളുമൊക്കെ ചെയ്തുകൂടെ? അവൾക്ക് പഠിക്കാമല്ലോ. ഉടൻ അവർ പറഞ്ഞു, ഒരു വിധവ വീട്ടുജോലികളൊന്നും ചെയ്യാൻ പാടില്ല, അത് സംസ്കാരത്തിന് നിരക്കാത്തതാണ്. ഗോപാൽ അവരെ പലതും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ നോക്കിയെങ്കിലും വലിയ വിശ്വാസിയൊക്കെയായിരുന്നു അവര്. അതിൽ നിന്നും മാറാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവില് ഗോപാല് തന്നെ ഇറങ്ങി പ്രവർത്തിച്ചു. ജോലിക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ വീട്ടുജോലികളൊക്കെ തീർത്തുവെക്കും. പോവാൻ നേരം ആനന്ദിയുടെ കയ്യിൽ ബുക്ക് കൊടുത്ത് പോയിരുന്ന പഠിക്ക്, ഇനിയൊരു ഒഴിവുകഴിവും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞു പോവുകയും ചെയ്യും. അന്ന് വൈകുന്നേരം ഗോപാൽ എത്തിയപ്പോ ആനന്ദി കിടന്നുറങ്ങുകയാണ്. ഗോപാല് അവളെ പതിയെ തട്ടി വിളിച്ചെഴുന്നേൽപ്പിച്ചു. ശേഷം സംസാരിച്ചു. അദ്ദേഹം ചോദിച്ചു, ഞാൻ കൊടുത്ത ബുക്ക് വായിച്ചോ, അത് പഠിച്ചോ? ആനന്ദി ഇല്ലെന്ന് പറഞ്ഞതും ഗോപാലിന് വലിയ ദേഷ്യം വന്നു. ഗോപാൽ ആനന്ദിയോട് വഴക്കിടാനും അവളെ തല്ലാൻ വരെ ചെന്നു. അയാൾ പറയുന്നുണ്ടായിരുന്നു, രാവിലെ നിനക്ക് വേണ്ടി ജോലിയൊക്കെ ചെയ്തു വെച്ച് നീ പഠിക്കെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. എല്ലാ ജോലിയും ചെയ്ത് കഷ്ടപ്പെട്ട് തിരിച്ചു വന്ന് നീ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച നീ ഒന്നും ചെയ്യാതെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു വടിയെടുത്തു കൊണ്ടുവന്ന് ഗോപാലാനന്ദിയെ തല്ലാൻ വേണ്ടി മുന്നിട്ട് വന്നു. അപ്പോഴേക്കും ഒച്ചയും ബഹളവും കേട്ട് അമ്മായിയമ്മ ഓടി വന്നിരുന്നു. അവർ ഗോപാലിനെ തടഞ്ഞു. നീ എന്താ ഈ ചെയ്യുന്നേ? അവൾ ഗർഭിണിയാണ്, ഇങ്ങനെയാണോ ഒരു ഗർഭിണിയോട് പെരുമാറുന്നത് എന്ന് പറഞ്ഞ് അവർ ഗോപാലിനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഗോപാല് ഒരു ഞെട്ടലോടെ നിന്നു. തന്റെ പ്രവൃത്തിയിൽ അവന് വലിയ കുറ്റബോധം തോന്നി. ഇനി ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കരുതെന്നും വീട്ടുജോലിയൊക്കെ ഞാൻ എടുത്തോളാം എന്നും വിധവയായ ആ അമ്മായിയമ്മ പറയുന്നുണ്ടായിരുന്നു. അവർ പോയതും ഗോപാൽ ആനന്ദിക്കടുത്ത് ചെന്നിരുന്നു. വടി അവളുടെ കയ്യിൽ കൊടുത്ത് തന്നെ തല്ലിക്കോളൂ എന്ന് പറഞ്ഞു. ആനന്ദി ചെറുതായി തല്ലിയപ്പോ അതെല്ലാം ഗോപാൽ ഏറ്റുവാങ്ങി. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ആനന്ദിയുടെ പഠനകാലമായിരുന്നു. മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവൾ ഒഴിവു സമയങ്ങളിൽ ശ്രദ്ധയോടെ പഠിച്ചു. ഗോപാലും കൃത്യസമയങ്ങളിൽ അടുത്തുള്ള ആശുപത്രിയിൽ ആനന്ദിയെ കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെ മാസങ്ങൾ പിന്നിട്ടു. ഒടുവിൽ അവർക്കൊരു കുട്ടി ജനിച്ചു. ആൺകുട്ടിയായിരുന്നു. കുട്ടി ജനിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുട്ടിക്ക് ദീനം വന്നു. രോഗം പിടിപെട്ടു. രോഗം വഷളാവുന്ന കണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കൊണ്ടുവരാൻ ഗോപാൽ ശ്രമിച്ചെങ്കിലും ഡോക്ടറുമായി ഗോപാൽ എത്തിയപ്പോഴേക്കും രോഗം മൂർച്ഛിച്ച് കുട്ടി ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ആ കുട്ടിയുടെ വിയോഗം ആനന്ദിയുടെ ജീവിതത്തിൽ വലിയൊരു നിരാശ സമ്മാനിച്ചു. ഒപ്പം വലിയൊരു വെറിയും. ദുഃഖത്തിലിരുന്ന ആനന്ദിയോട് ഒരു ദിവസം ഗോപാൽ വന്ന് സംസാരിച്ചു. ഇപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. മുമ്പോട്ട് നമുക്ക് ജീവിച്ചേ പറ്റൂ. നീ തുടർന്ന് പഠിക്കാൻ നോക്ക്. അപ്പോ നിന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടും. ആ സമയമാണ് ആനന്ദി ഗോപാലിനോട് നമ്മുടെ കുട്ടി എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിക്കുന്നത്. ഗോപാല് പറഞ്ഞു, കൃത്യസമയത്ത് വൈദ്യസഹായം എത്തിക്കാൻ നമുക്ക് സാധിച്ചില്ല. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടി ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അത് കേട്ട ആനന്ദിയുടെ ഉള്ളിൽ ഒരു തീയാളി കത്താൻ തുടങ്ങി. അവൾ പറഞ്ഞു, ഇനി മുതൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കും. ഞാനൊരു ഡോക്ടറാകും. നമ്മുടെ നാട്ടിലുള്ളവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഉറപ്പായും പഠിക്കും. അത് കേട്ട് ഗോപാലിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ആദ്യമായിട്ടാണ് അത്രയും വാശിയോടെ താൻ പഠിക്കുമെന്ന് ആനന്ദി പറയുന്നത്. അവൾക്ക് വേണ്ടി, അവളുടെ പഠനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഗോപാൽ ഒരുക്കമായിരുന്നു. ഗോപാൽ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഒരു ഹൈസ്കൂളിൽ ആനന്ദിയെ ചേർക്കണം. അതിനായി ഗോപാൽ അടുത്തുള്ള സ്കൂളിൽ ചെന്ന് അവിടുത്തെ ഹെഡ് മിസ്ട്രസിനെ കണ്ടു. പക്ഷേ അവിടെ പഠിക്കുന്നത് മുഴുവൻ വിദേശികളാണെന്നും നാട്ടുകാരായ ആരും അവിടെ പഠിക്കുന്നില്ലെന്നും അതുകൊണ്ട് അഡ്മിഷൻ തരാൻ പറ്റില്ല എന്നുമായിരുന്നു കിട്ടിയ മറുപടി. ഗോപാലിന് എന്തു ചെയ്യണമെന്ന് അറിവുണ്ടായിരുന്നില്ല. ഒടുവിൽ തന്റെ സുഹൃത്തായ ഒരു ഫാദറിനെ കണ്ട് ഗോപാൽ കാര്യങ്ങൾ സംസാരിച്ചു. ഒടുവിൽ
ഫാദറിന്റെ സഹായത്തോടെ മിഷണറി സ്കൂളിൽ ആനന്ദിക്കൊരു അഡ്മിഷൻ ലഭിച്ചു. അങ്ങനെ പഠിക്കുവാൻ വേണ്ടി ആദ്യ ദിവസം ആനന്ദി സ്കൂളിലേക്ക് എത്തി. പരമ്പരാഗത വസ്ത്രമായ സാരി ധരിച്ച് സാധാരണ ചിരിപ്പൊക്കെയിട്ടാണ് ആനന്ദി സ്കൂളിലേക്ക് ചെല്ലുന്നത്. ക്ലാസ് മുറിയിൽ കയറിയതും അവളുടെ രൂപഭാവങ്ങൾ കണ്ട് അവിടെയുള്ള വിദേശികളായ കുട്ടികൾ അത്രയും വലിയ രീതിയിൽ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ആനന്ദിക്കിരിക്കുവാൻ അവിടുത്തെ ബെഞ്ചിൽ ആരും ഇടം കൊടുത്തില്ല. ഒടുവിൽ ആനന്ദിക്ക് താഴെ തറയിൽ ചെന്നിരിക്കേണ്ടി വന്നു. വൈകാതെ അധ്യാപിക എത്തി ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. ആനന്ദി താഴെ ഇരിക്കുന്നത് ഗൗനിക്കാതെയാണ് അധ്യാപിക പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. ക്രിസ്റ്റഫർ കൊളംബസിനെ പറ്റി അധ്യാപിക ചോദിച്ചു. അതാരാണെന്ന് അറിയാമോ എന്ന് തിരക്കി. ക്ലാസ്സിലുള്ള മറ്റു വിദ്യാർത്ഥികൾക്കൊന്നും ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. ഉടൻ ആനന്ദി അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണെന്നും കൊളംബസ് അമേരിക്കയിൽ ചെയ്ത പ്രവൃത്തികളെപ്പറ്റിയും വർഷമടക്കം വിശദീകരിച്ചു പറഞ്ഞു. കുട്ടികളൊക്കെ അതിശയത്തോടെ ആനന്ദിയെ നോക്കിയിരുന്നു. ടീച്ചറും ആനന്ദിയിൽ ഇംപ്രസ്ഡ് ആയി. ഗോപാൽ ആനന്ദിക്ക് സ്കൂളിൽ പോവാൻ സോക്സും ഷൂസും ഒക്കെ വാങ്ങിക്കൊടുത്തു. അതൊക്കെ ധരിച്ചായിരുന്നു അടുത്ത ദിവസം മുതൽ ആനന്ദി സ്കൂളിലേക്ക് പോയത്. ആനന്ദി തെരുവിലൂടെ ഷൂസും സോക്സും ഒക്കെ ഇട്ടങ്ങനെ പോകുന്നത് നാട്ടുകാരിൽ മുറുമുറുപ്പുണ്ടാക്കി തുടങ്ങിയിരുന്നു. പോരാത്തതിന് സ്കൂളിലും കുട്ടികൾ ആനന്ദിയെ ആവശ്യത്തിലധികം ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷേ ആനന്ദി അതിലേക്കൊന്നും തന്റെ മനസ്സ് വായിച്ചില്ല. പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്തു. അവൾ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ മറുവശത്തും പ്രശ്നങ്ങൾ അരങ്ങേറുകയായിരുന്നു. വീട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ വിധവയായ അമ്മായിയമ്മ കടകളിൽ പോയി തുടങ്ങി. പക്ഷേ വിധവകൾക്ക് സാധനങ്ങൾ വിൽക്കില്ല എന്ന് പറഞ്ഞ് തെരുവിലെ കടക്കാർ പ്രശ്നമുണ്ടാക്കാൻ ആരംഭിച്ചു. ഒടുവിൽ പഞ്ചായത്ത് വിളിച്ചു ചേർക്കപ്പെട്ടു. ഗോപാലിനെയും വിളിച്ചു വരുത്തി. അവർ ഗോപാലിനെ ചോദ്യം ചെയ്തു. നിന്റെ ഭാര്യ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കാൻ പോകുമല്ലേ? അത് കണ്ട് ഇവിടെ മറ്റു പെൺകുട്ടികളും പഠിക്കാൻ പോകണം, അത് ഇതെന്ന് പറഞ്ഞൊക്കെ വരുന്നുണ്ട്. അതൊന്നും ഇവിടെ ശരിയാവില്ല. ഇവിടെ താമസിക്കുമ്പോ പഞ്ചായത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയെ ആ സ്കൂളിൽ വിടുന്നതങ്ങ് നിർത്തിയേക്ക്. പിന്നെ നിന്റെ അമ്മായിയമ്മ കടകളിൽ വന്ന് സാധനങ്ങൾ വാങ്ങുന്നതും സംസ്കാരത്തിന് നിരക്കുന്നതല്ല. പക്ഷേ ഗോപാല് ധൈര്യത്തോടെ മറുപടി പറഞ്ഞു. എന്റെ ഭാര്യയ്ക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവൾ ആ സ്കൂളിൽ തന്നെ പോകും. പിന്നെ എന്റെ അമ്മായിയമ്മയുടെ കാര്യം, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ധരിക്കാൻ അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ വരെ ഞാൻ വാങ്ങിക്കൊടുക്കും. അതൊന്നും ആരും ഇവിടെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. ആയിക്കോട്ടെ, ഇതൊക്കെ നീ മറ്റേതെങ്കിലും നാട്ടിലോ വിദേശ നാട്ടിലോ ഒക്കെ വെച്ച് ചെയ്തോ. ഇവിടെ വെച്ച് ഇങ്ങനൊന്നും ജീവിക്കാൻ പറ്റില്ല. ഗോപാലുടൻ തിരിച്ചു പറഞ്ഞു. ജീവിക്കാൻ പറ്റില്ലെന്നോ? ഇവിടെയുള്ള എത്ര പേര് ഗവൺമെന്റിൽ നിന്ന് ടാക്സ് വെട്ടിച്ചു മറ്റുമാ ജീവിക്കുന്നേ? നിയമപ്രകാരമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നേ? ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എനിക്കെതിരെ എന്തെങ്കിലും നടപടിയായിട്ട് വന്നാൽ അത് വെച്ച് ഈ നാട്ടിലുള്ളവർക്കെതിരെ തിരികെ ഞാനും എന്തെങ്കിലും നടപടികൾ എടുക്കും. അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തലായിരുന്നു ഗോപാലിന്റെയും ലക്ഷ്യം. അത് അത്യാവശ്യം വർക്കാവുകയും ചെയ്തു. അടുത്ത ദിവസം പക്ഷേ ആനന്ദ് സ്കൂളിലേക്ക് പോവാൻ ഇറങ്ങുമ്പോ വീടിന്റെ വെളിയിൽ മുഴുവൻ അഴുക്കും വേസ്റ്റും ഒക്കെ കൊണ്ടുതള്ളിയിരിക്കുന്നു. നാട്ടിലെ ജനങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഗോപാലിന്റെ അമ്മായിയമ്മ ഒട്ടും മടിച്ചില്ല. പുറത്തെ വേസ്റ്റുകളൊക്കെ ശുദ്ധമായി നീക്കം ചെയ്തു. ആനന്ദിയെ പതിവ് പോലെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. സ്കൂളിലേക്ക് ആനന്ദി എത്തുമ്പോഴോ പുറത്ത് തടയുവാൻ നാട്ടിലെ പ്രമാണികളുണ്ട്. ആനന്ദി സ്കൂളിലേക്ക് പോവാൻ പാടില്ല, പഠനം നിർത്തണം എന്ന് പറഞ്ഞവർ പ്രശ്നമുണ്ടാക്കുകയാണ്. ഒരു തരത്തിൽ അവരിൽ നിന്നൊക്കെ കടന്ന് ആനന്ദി സ്കൂളിനകത്തേക്ക് എത്തി. ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ വന്നിരിക്കാൻ തുടങ്ങി. ഈ സമയം ഒരു വിദ്യാർത്ഥിനി വന്ന് അവള് ബെഞ്ചിലിരുന്നെന്ന് പറഞ്ഞ് അവളെ തള്ളി വീഴ്ത്താൻ ആരംഭിച്ചു. അതിന്റെ പേരിൽ ആനന്ദിയും ആ വിദ്യാർത്ഥിനിയും തമ്മിൽ ഒരു വഴക്കും കയ്യാങ്കളിയും തന്നെ അരങ്ങേറി. പിന്നാലെ ഗോപാൽ അങ്ങോട്ടേക്ക് വിളിപ്പിക്കപ്പെട്ടു. ഗോപാലിനടുക്കൽ ഹെഡ് മിസ്ട്രസ് പറഞ്ഞു, ഇവിടെ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആനന്ദി ഇവിടെ പഠിക്കുന്നത് അപകടവുമാണ്. അതുകൊണ്ട് അവളെ മറ്റേതെങ്കിലും സ്കൂളിലേക്ക് മാറ്റുന്നതാവും നല്ലത്. ഞാൻ റെക്കമെൻഡേഷൻ ലെറ്റർ തരാം. പക്ഷേ ഗോപാൽ പറഞ്ഞു, അവൾ പഠിക്കാൻ എവിടെ പോയാലും ഇതൊക്കെ തന്നെയാവും സംഭവിക്കുക. നിങ്ങൾക്ക് അവൾ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പൊക്കോളാം. വിദേശത്ത് എവിടെയെങ്കിലും വിട്ട് അവളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഗോപാൽ അന്ന് വേണ്ട പേപ്പറുകളും വാങ്ങി അവിടെ നിന്നിറങ്ങി. ഗോപാൽ വീണ്ടും തന്റെ സുഹൃത്തു കൂടിയായ ക്രിസ്ത്യൻ ചർച്ചിലെ ഫാദറിനെ ചെന്ന് കണ്ടു. ഫാദറിനോട് കാര്യങ്ങൾ പറഞ്ഞു. അവളെ വിദേശത്തയച്ച് പഠിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തിരക്കി. ഫാദർ പറഞ്ഞു, അതിനൊക്കെ സാധിക്കും. പക്ഷേ അതിനവൾ മതം മാറണം, ക്രിസ്ത്യാനിയാകണം. ആനന്ദിയെ പഠിപ്പിക്കൽ മാത്രമായിരുന്നു ഗോപാലിന്റെ മുമ്പിലുള്ള ലക്ഷ്യം. ഗോപാല് ആനന്ദിയെയും കൂട്ടി അടുത്ത ദിവസം ചർച്ചിലേക്ക് എത്തി. കൂടെ അമ്മായിയമ്മയും ഗോപാലിന്റെ മകനുമുണ്ട്. എല്ലാവരെയും മതം മാറ്റി വിദേശത്തേക്ക് പോവാനായിരുന്നു ഗോപാലിന്റെ പദ്ധതി. പക്ഷേ പുറത്തെത്തിയതും അമ്മായിമ്മ പറഞ്ഞു, മതം മാറാനൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. തന്റെ പേരക്കുട്ടിയെയും അവർ ചേർത്തു പിടിച്ചു. ഗോപാൽ ആനന്ദിയുമായി പള്ളിക്കകത്തേക്ക് കയറി. ഫാദറിന് മുമ്പിൽ ചെന്ന് നിന്നു. ഫാദർ കയ്യിലുള്ള രക്ഷകളും മറ്റുമൊക്കെ അഴിക്കാൻ പറഞ്ഞു. ആനന്ദിയും വേദനയോടെയൊക്കെ അഴിച്ചുകൊടുത്തു. പിന്നാലെ താലിയും അഴിക്കാൻ പറഞ്ഞപ്പോ ആനന്ദിക്കത് പറ്റുമായിരുന്നില്ല. കരഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്കൂടി. ഗോപാൽ തിരികെ വീട്ടിലെത്തി. വാതിലടച്ചിരുന്ന ആനന്ദിയോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്താൽ എന്തു ചെയ്യും? പഠിക്കണമെങ്കിൽ വിദേശത്ത് പോകണം. അതിന് നീ ക്രിസ്ത്യനാകണം.
മറ്റു വഴികളില്ല. ഗോപാൽ പറഞ്ഞപ്പോ ആനന്ദിക്ക് ദേഷ്യം വന്നിരുന്നു. ആനന്ദി പുറത്തേക്ക് വന്നു. രോഷത്തോടെ ഗോപാലിനോട് പറഞ്ഞു, അങ്ങനെ മതം മാറിയിട്ട് എനിക്ക് വിദേശത്ത് പോകണ്ട. എന്റെ മതത്തെ ബഹുമാനിക്കാത്ത ഒരു നാട്ടിലേക്കും എനിക്ക് പോവണ്ട. എനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല. എനിക്കാകേണ്ടത് ഡോക്ടർ ആനന്ദി ഗോപാൽ ജോഷിയാണ്, അല്ലാതെ മറ്റൊരു പേരിലല്ല. ക്രിസ്ത്യൻ മതത്തിലേക്ക് ആനന്ദി മാറിയാൽ ആനന്ദിയുടെ പേരടക്കം മാറ്റം ചെയ്യപ്പെടും. അതൊന്നും അവർ ഇഷ്ടപ്പെട്ടിരുന്നേയില്ല. പോരാത്തതിന് ഹൈന്ദവ മതത്തിൽ തുടരുവാൻ അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കുറച്ചു നാളുകൾ മുമ്പോട്ടേക്ക് പോയി. ഗോപാലിന് പോസ്റ്റ് മാസ്റ്ററായി ട്രാൻസ്ഫർ ആയി. ആനന്ദിയും ഗോപാലും മറ്റൊരു നാട്ടിലേക്ക് ചെന്നു. അവിടെ ജോലിയിലായിരിക്കെ ഗോപാലിന് വിദേശത്തു നിന്നൊരു ലെറ്റർ വരികയാണ്. ഒരിടയ്ക്ക് ആനന്ദിയുടെ വിദേശ പഠന കാര്യമന്വേഷിച്ച് ഗോപാൽ വിദേശത്തേക്ക് ലെറ്ററുകൾ അയച്ചിരുന്നു. അതിനുള്ള മറുപടിയായിട്ട് എത്തിയതായിരുന്നു അത്. ആനന്ദിയെപ്പറ്റി വായിച്ചറിഞ്ഞ് വിദേശത്തുള്ള ഒരു ഡോക്ടർ ആനന്ദിക്ക് പഠിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നറിയിച്ച് പത്രത്തിൽ വന്ന ഒരു വാർത്ത കണ്ട് ഗോപാലിന് കത്തയച്ചതായിരുന്നു. ഗോപാൽ അക്കാര്യം ആനന്ദിക്കടുത്ത് വന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്നങ്ങനെ വിദേശത്തേക്ക് പോവാൻ ആനന്ദിക്കൊരു മടിയുണ്ടായിരുന്നു. ഗോപാൽ അവളോട് സംസാരിച്ചു. നീയൊരു ഡോക്ടറാകുന്നത് എന്റെ വയസ്സാങ്കാലത്താണെങ്കിൽ കൂടിയും എനിക്കതിൽ സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ. ഗോപാലും വിദേശത്തേക്ക് ഒരു ജോലി കണ്ടെത്തി ആനന്ദിക്കൊപ്പം പോവാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഗോപാലിന് വിദേശത്ത് ജോലി ശരിയായില്ല. ആനന്ദിയുടെ കാര്യങ്ങൾ മാത്രമേ അവിടെ ഓക്കെ ആയിട്ടുള്ളൂ. പഠിക്കാൻ ആനന്ദിക്ക് തനിച്ചു തന്നെ പുറപ്പെടണം. ഒടുവിൽ ആനന്ദി തന്നെ പറഞ്ഞു, വേണമെങ്കിൽ ആദ്യം ഞാൻ പോകാം, പുറകെ താങ്കൾ വരുമല്ലോ, ഞാൻ അവിടെ പഠിച്ചുകൊള്ളാം. പക്ഷെ അപ്പോഴാണ് അവൾ ആ കാര്യം അറിയുന്നത്. ഗോപാല് അമേരിക്കയ്ക്ക് വരുന്നില്ല, ആനന്ദി മാത്രമാണ് പോകുന്നത്. ആനന്ദിക്കത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അതിന്റെ പേരിൽ താൻ പോകുന്നില്ലെന്ന് പറഞ്ഞ ആനന്ദി ബഹളം കൂട്ടി. ഗോപാല് അതോടെ ദേഷ്യം വന്ന് അവൾക്ക് നേരെ കൈയൊങ്ങുക പോലും ചെയ്തു. ആനന്ദി പഠിക്കണം എന്നത് മാത്രമായിരുന്നു ഗോപാലിന്റെ ഒരേ ഒരു ആഗ്രഹം. ഏറ്റവും ഒടുവിൽ താൻ പഠിക്കാൻ പോകാം എന്ന് ആനന്ദി സമ്മതിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് അടുത്ത പ്രശ്നം കടന്നു വരുന്നത്. വിദേശത്തേക്ക് പോകണമെങ്കിൽ പണം വേണം. അതിനുള്ള പണം കയ്യിലില്ല. ഗോപാല് പലതരത്തിൽ പണം കണ്ടെത്താൻ നോക്കി. പക്ഷെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം അമ്മായിയമ്മ കാണുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അവരൊരു ആമാടപ്പെട്ടിയും എടുത്ത് ഗോപാലിന്റെ അടുത്തേക്ക് വന്നു. മരണപ്പെട്ടുപോയ അവരുടെ മകളുടെ സ്വർണം സൂക്ഷിച്ചിരുന്ന പെട്ടി അത് ഗോപാലിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വെച്ച് ആനന്ദിയെ പഠിക്കാൻ അയക്കണം. എന്റെ മകൾക്കോ ഇത് ഉപകാരപ്പെട്ടില്ല, ഇവൾക്കെങ്കിലും അത് ഉപകാരപ്പെടട്ടെ. ഗോപാലിനും ഒരാശ്വാസം തോന്നിയിരുന്നു. ഒടുവിൽ ആ സ്വർണം വിറ്റ് പണമുണ്ടാക്കി ആനന്ദിയെ പഠിക്കുവാൻ ഗോപാൽ വിദേശത്തേക്ക് അയച്ചു. നാട്ടിൽ നിന്ന് തോണിയിലായിരുന്നു മറുകരയ്ക്ക് പോവേണ്ടിയിരുന്നത്. കൊണ്ടുപോവാൻ ആളുകളൊക്കെയുണ്ട്. തോണിയിലിരുന്ന് പോകുമ്പോ ആനന്ദി ദേഷ്യത്തിലായിരുന്നു. ഗോപാലിനെ അവളൊന്ന് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. ഗോപാലിന്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആനന്ദിയെ പിരിയുന്നതിൽ അവനും വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ആനന്ദിക്ക് മുമ്പിൽ അവനതൊന്നും കാണിച്ചതേയില്ല. ഒടുവിൽ യാത്ര ചെയ്ത് അവൾ അമേരിക്കയിലേക്ക് എത്തി. അവൾക്കായി തയ്യാറായിരുന്ന ആ സ്ഥാപനത്തിൽ പഠിക്കാൻ ആരംഭിച്ചു. അവിടുള്ളവരൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിലായിരുന്നു ആനന്ദിയോട് പെരുമാറിയത്. അവളെ ഒന്നിലും മാറ്റി നിർത്തിയില്ല. അവൾക്ക് വിവേചനം അനുഭവിക്കേണ്ടി വന്നില്ല. സഹായങ്ങൾ അവൾക്ക് ലഭിച്ചു. ഗോപാലിന് അവിടെ നിന്നും അവൾ കത്തുകൾ എഴുതി. കത്തുകൾ എഴുതുമ്പോഴും അവൾ എഴുതിയിരുന്നു, ഞാനിപ്പോഴും നിങ്ങളോട് വലിയ ദേഷ്യത്തിൽ തന്നെയാണ്. പക്ഷേ വന്ന ലക്ഷ്യം അവൾ മറന്നതേയില്ല. കൂട്ടുകാരുടെ ഒപ്പം ചേർന്ന് അവൾ നല്ല രീതിയിൽ പഠിച്ചു. പക്ഷേ നാളുകൾ കടന്നുപോകെ അവിടുത്തെ കാലാവസ്ഥയും മറ്റും ആനന്ദിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ആനന്ദി പതിയെ രോഗിയാവാൻ തുടങ്ങി. പലപ്പോഴും അവൾക്ക് ചുമ പിടിപ്പെട്ടു. ഒരിക്കൽ ലെറ്റർ എഴുതിയപ്പോൾ ആനന്ദി എഴുതി, എനിക്കിപ്പോൾ തീരെ വയ്യ, വലിയ ബുദ്ധിമുട്ടാണ്. രാത്രി കിടന്നാൽ പുലർച്ചെ ഉണരുമോ എന്ന് പോലും എനിക്കുറപ്പില്ല. കഴിയുമെങ്കിൽ എന്നെ ഇവിടെ വന്നൊന്ന് കാണാമോ? രോഗബാധിതയായി തുടരുന്നെങ്കിലും ആനന്ദി തന്റെ പഠനം തുടർന്നു. അതിൽ അവൾ ഒരു വീഴ്ചയും വരുത്തിയില്ല. ഒടുവിൽ 1886 മാർച്ച് 11 കോൺവൊക്കേഷൻ ഡേ. ആനന്ദി ഡോക്ടറായി MD കൂടി പാസ്സായി പുറത്തു വരുന്ന ദിവസം. ആരോഗ്യപരമായി അവൾ വലിയ അവശതയിലായി കഴിഞ്ഞിരുന്നു. 2 കൂട്ടുകാർ താങ്ങിപ്പിടിച്ചായിരുന്നു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ അവളെ വേദിയിലേക്ക് കയറ്റിയത് പോലും. ഒടുവിൽ ഡോക്ടർ ആനന്ദി ഗോപാൽ ജോഷി എന്ന പേര് വിളിച്ചു പറഞ്ഞ് ആനന്ദിക്ക് അവളുടെ മെഡിക്കൽ ഡിഗ്രി കൈമാറ്റം ചെയ്യപ്പെട്ടു. ആനന്ദി തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവിടുള്ള ജനങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചു. ആ സമയത്താണ് വിസിൽ മുഴങ്ങുന്ന ഒരു ശബ്ദം ആനന്ദി കേട്ടത്. അത് ഗോപാലായിരുന്നു. ആനന്ദിയുടെ പ്രിയപ്പെട്ട ഗോപാൽ. ആനന്ദി ഗോപാലിന്റെ അടുത്തേക്ക് എത്തി. തന്റെ ഡിഗ്രി ഗോപാലിന്റെ കൈകളിലേക്ക് ആനന്ദി വെച്ചുകൊടുത്തു.
ഗോപാൽ ഏറ്റവും ആഗ്രഹിച്ചതൊന്ന്. ഗോപാലിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അഭിമാനത്തോടെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ അയാൾ പറഞ്ഞു, ഭാരതത്തിൽ നിന്ന് വന്നതാണ്. ഇവളാണ് ഭാരതത്തിലെ ആദ്യത്തെ ഡോക്ടർ. അത്രമേൽ വിദ്യാഭ്യാസം നേടിയ തന്റെ ഭാര്യയെ ബഹുമാനിച്ച് ഭാര്യയുടെ കാൽ തൊട്ട് വണങ്ങാൻ ഗോപാൽ കുനിഞ്ഞു. പക്ഷേ ആനന്ദി അതിന് അനുവദിച്ചില്ല. ആനന്ദി ഗോപാലിനെ പറ്റിയുള്ള വാർത്ത അന്ന് പത്രങ്ങളിൽ എങ്ങും നിറഞ്ഞിരുന്നു. ആനന്ദി പിന്നീട് ഇന്ത്യയിലേക്ക് തിരികെയെത്തി ഡോക്ടറായി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി. പക്ഷേ അവളെ പിടികൂടിയിരുന്ന ക്ഷയരോഗം അവളെ വല്ലാതെ തളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഗോപാലും ആനന്ദിയും തനിച്ചിരുന്ന് സംസാരിച്ചു. അന്ന് ആനന്ദി വേദനയോടെ പറഞ്ഞു, ഇത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും അതെല്ലാം വെറുതെയാകുമെന്നാ തോന്നുന്നത്. എന്റെ ആരോഗ്യം വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗോപാൽ പറഞ്ഞു, ഒരിക്കലും നിന്റെ കഷ്ടപ്പാടുകൾ വെറുതെയാവില്ല. ഭാരതത്തിലെ ആദ്യത്തെ വനിതാ ഡോക്ടറാണ് നീ. അതൊന്നും ആർക്കും ഇനി മാറ്റാൻ സാധിക്കില്ല. നിന്റെ ഈ നേട്ടം മറ്റുള്ളവർക്ക് പ്രചോദനമാകും. നിന്നെ കണ്ട് ഒരുപാട് പെൺകുട്ടികൾ മുന്നിട്ട് വരും. ഗോപാലിന്റെ ആ വാക്കുകൾ ആനന്ദിയുടെ കണ്ണുകൾ നിറച്ചിരുന്നു. ആനന്ദി ഗോപാലിന്റെ വസ്ത്രത്തിൽ തന്റെ സാരിത്തുമ്പ് വെച്ച് കെട്ടി. ഒരിക്കലും അദ്ദേഹത്തെ വിട്ടുപോവാൻ താല്പര്യമില്ലാത്തതുപോലെ. പക്ഷേ എന്നിരുന്നാലും തന്റെ 22-ാം വയസ്സിൽ രോഗം മൂർച്ഛിച്ച് ലോകത്തിന് മാതൃകയായ ഡോക്ടർ ആനന്ദി ഗോപാൽ ജോഷി ഈ ലോകം വിട്ട് യാത്ര പറഞ്ഞു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.